5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പിങ്ക് പാലട പായസമാണ്. വളരെ രുചികരമായിട്ട് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിതിവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കണം. പഞ്ചസാര പെട്ടെന്നൊന്ന് മെൽറ്റ് ആവാനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട്. കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ലോ ഫ്ലെയിമിലോട്ടൊന്ന് ആക്കി കൊടുക്കണം. പായസത്തിന് ഒരു പിങ്ക് കളർ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കളർ ഇപ്പോൾ മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ ആകാനേ പാടുള്ളൂ. കുറച്ചും കൂടി ഒന്ന് കാരമലൈസ് ചെയ്താൽ ചിലപ്പോൾ പായസത്തിനൊരു കയ്പ് രസം ഉണ്ടാകും. ഇനി ഇതിലേക്ക് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഞാനൊന്ന് ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലതായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. കാരമലൈസ് ചെയ്തത് കട്ട പിടിച്ചതായിട്ട് തോന്നുമെങ്കിൽ പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതെല്ലാം നല്ലതായിട്ട് അലിഞ്ഞു വന്നോളും. ഞാനിവിടെ 5 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കർ എടുക്കുമ്പോൾ വലിയ കുക്കർ എടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു 20 മിനിറ്റ് മതി. നമുക്കിത് പെട്ടെന്ന് പിങ്ക് കളറായി കിട്ടും. ഇനി അടയൊന്ന് വേവിച്ചെടുക്കണം. പാത്രത്തിൽ കുറച്ച് അധികം വെള്ളമെടുത്ത് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. പാലട എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. 200 ഗ്രാം അടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള അടയാണ്. ഇത് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ലതായിട്ട് കഴുകിയെടുത്ത അട ഇനി തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇട്ടുകൊണ്ടൊക്കെ അട നല്ലതായിട്ട് വെന്ത് കിട്ടും. അട നല്ലതായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കണം. ഇലിഞ്ഞു വരുന്ന രീതിയിലായിരിക്കണം. അട ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്ത് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചുവട് കട്ടിയുള്ള വലിയൊരു പാത്രത്തിലായിരിക്കണം പായസം തയ്യാറാക്കാനായിട്ട്. സ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് ആ വേവിച്ച് വെച്ച് അടയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മൊത്തം 1 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പ്രഷർ കുക്കറിലെ പ്രഷറൊക്കെ മാറിയതിനു ശേഷം ഇനി പാൽ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിപ്പോൾ നല്ലൊരു പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടയും പാലും കൂടെ നല്ലതായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പായസം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലെ പായസം ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 25 മിനിറ്റാണ് പായസം കുറുകി വരാനായിട്ട് ആവശ്യമായി വന്നത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.